ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപ ദർശന യോഗത്തിലെ 50 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 51-ാമത്തെ ശ്ലോകം നോക്കാം. ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീം അസ്മി സംവൃത്ത സചേതാ പ്രകൃതിം ഗതാ. അർജുനൻ പറയുന്നതാണ്. അർജുന ഉവാച. അർജുനൻ ഇപ്രകാരം പറഞ്ഞു: ഹേ ജനാർദ്ദന, തവ അങ്ങയുടെ സൗമ്യമായ ഇതം മാനുഷം രൂപം ഈ മനുഷ്യരൂപം ദൃഷ്ട്വാ കണ്ടിട്ട് ഇദാനിം ഇപ്പോൾ സചേതഃ മനസ്സാന്നിധ്യം ലഭിച്ചവനും പ്രകൃതിം ഗതഃ സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നവനും സംവൃത്തഃ അസ്മി ആയിരിക്കുന്നു ഞാൻ. അർജുനൻ ഭഗവാനോട് പറയുകയാണ്. ഭഗവാന്റെ വിശ്വരൂപ ദർശനം പൂർത്തിയാക്കി ഭഗവാൻ ആ മാനുഷികമായ രൂപത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അർജുനന് സമാധാനമായി. അപ്പോൾ അർജുനൻ പറയുന്ന വാക്കുകളാണിത്: അല്ലയോ ജനാർദ്ദന, അങ്ങയുടെ സൗമ്യമായ ഈ മനുഷ്യരൂപം കണ്ടിട്ട് ഇപ്പോൾ മനസ്സാന്നിധ്യം ലഭിച്ചവനും സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നവനുമായിരിക്കുന്നു ഞാൻ. അങ്ങയുടെ സൗമ്യമായ ഈ മാനുഷിക രൂപം കണ്ടിട്ട് എൻ്റെ മനസ്സ് ശാന്തമായിരിക്കുന്നു. അല്ലയോ ജനാർദ്ദന, ഞാൻ സാധാരണ അവസ്ഥയിലേക്ക് ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. എൻ്റെ ഭയമെല്ലാം പോയിരിക്കുന്നു. ഭഗവാന്റെ വിരാട് രൂപം ദർശിച്ച് ഭയവിഹ്വലനായി തീർന്ന അർജുനന് ഭഗവാന്റെ ആ മാനുഷികമായ തൻ്റെ സുഹൃത്തായ കൃഷ്ണൻ്റെ രൂപത്തിൽ കണ്ടതോടുകൂടിയാണ് ശാന്തത കൈവന്നത്. തൻ്റെ സുഹൃത്തായ കൃഷ്ണൻ വെറും മനുഷ്യനല്ലെന്നും സാക്ഷാൽ ഭഗവാനാണെന്നും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഭഗവാന്റെ സർവവ്യാപ്തമായ രൂപത്തെ കാണണമെന്ന് അർജുനൻ അപേക്ഷിച്ചത്. പക്ഷേ അതിത്ര ഭീതിതമായിരിക്കുമെന്ന് അർജുനൻ കരുതിയില്ല. ആ ഭീകരമായ രൂപം ഒക്കെ അവസാനം കണ്ടപ്പോഴാണ് അർജുനൻ ആകെ ഭയപ്പെട്ടു പോയത്. ഭഗവാനെ, ഇത് കാണുവാൻ എനിക്കിനി കരുത്തില്ല, അങ്ങ് സാധാരണ രൂപത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് അർജുനൻ അവസാനം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന കൈക്കൊണ്ട് ഭഗവാൻ തൻ്റെ വിശ്വരൂപത്തെ മറച്ചിട്ട് സാധാരണ വൈഷ്ണവരൂപത്തിലേക്ക് വന്നു. വീണ്ടും മനുഷ്യരൂപത്തിലേക്ക്, കൃഷ്ണൻ്റെ ഭാവത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അതോടെയാണ് അർജുനൻ സ്വസ്ഥനായി തീർന്നത്. ഈശ്വരന് രൂപം കൽപ്പിക്കാൻ നമ്മളാരും ആളല്ല. ഇന്ന രൂപത്തിലായിരിക്കണം ഈശ്വരൻ എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കാം, സങ്കല്പിക്കാം. പക്ഷേ ഭഗവാൻ അങ്ങനെ തന്നെ ആ രൂപം മാത്രം കൈക്കൊള്ളണം എന്ന് നമുക്ക് പറയാനാകുമോ? ഏത് രൂപവും ഭഗവാന്റെയാണ്. ഏത് രൂപം സ്വീകരിക്കാനും ഭഗവാനാകും. എന്നാൽ മനുഷ്യരായ നമുക്ക് ഭഗവാനെ മനുഷ്യരൂപത്തിൽ ദർശിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ദേവതാസങ്കല്പങ്ങളും മാനുഷരൂപികളായത്. ഭഗവാൻ എപ്പോഴും ഈ മനുഷ്യൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നത് എന്ന് ആരും വിചാരിക്കരുത്. കാരണം ഭഗവാൻ ഏത് രൂപവും കൈക്കൊള്ളാം, ഒരു രൂപവും കൈക്കൊള്ളാതെയും ഇരിക്കാം. യാതൊരു തരത്തിലുള്ള അതിരുകളുമില്ലാത്ത ചൈതന്യമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അണുക്കളിൽ വെച്ച് അണുവും
ഏറ്റവും വലിപ്പമുള്ളവയിൽ വെച്ച് വലുതും ആകുവാൻ ഈ ചൈതന്യത്തിന് കഴിയും. അദൃശ്യമായും വർത്തിക്കുവാൻ കഴിയും, ദൃശ്യമായും വർത്തിക്കുവാൻ കഴിയും. യാതൊരു തരത്തിലുള്ള അതിരുകളുമില്ലാത്ത ചൈതന്യമാണ് ഈശ്വര ചൈതന്യം. അതുകൊണ്ട് ഏത് രൂപവും ഈശ്വരൻ്റേതാണ്. ഭഗവാൻ ഏത് രൂപവും കൈക്കൊള്ളുവാൻ കഴിയുമെങ്കിലും നമുക്ക് നമ്മുടെ രൂപത്തിൽ ഭഗവാനെ ദർശിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ രൂപത്തിൽ, മനുഷ്യൻ്റെ രൂപത്തിൽ ഈശ്വരനെ കാണുന്നതും ആരാധിക്കുന്നതും. അതിൽ കാണുവാനാണ് നമുക്കെല്ലാം ഇഷ്ടം. അർജുനനും അത് തന്നെ. അപ്പോൾ അതാണ് അർജുനൻ ഇവിടെ ഭഗവാനോട് പറഞ്ഞത്. ഭഗവാന്റെ മനുഷ്യരൂപം കണ്ടതോടുകൂടി ഞാൻ സ്വസ്ഥനായിരിക്കുന്നു എന്ന് അർജുനൻ പറയുന്നത് ഇതാണ്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.